നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ച് പറയടാ. ഈ അശ്വന്ത് ഗോക്കിനെ കുറിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സോഷ്യൽ മീഡിയ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? പ്രത്യേകിച്ചിട്ട് ഈ ഒരു മൂവി ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും സ്ഥിരതയുള്ള ഒരു ആൾക്കാരായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും പല സാഹചര്യത്തിലാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മൾ നല്ലതാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുകയും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അൺഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രവണത പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരാൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നതും സിനിമ ഇഷ്ടപ്പെടാത്തതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സാധാരണക്കാരൻ അവനൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവൻ്റെ ഫാമിലിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ചെന്ന് പറയുകയാണ്, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്താ ചെയ്യുക? ഇവൻ റിവ്യൂ ബോംബിംഗ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊന്നും പറയില്ലല്ലോ. നമ്മൾ അവൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായിട്ട് യോജിക്കും, നമ്മൾ മൂവ് ഓൺ ചെയ്യും, നമ്മളത് തലകേറ്റി കൊണ്ട് നടക്കുന്നൊന്നുമില്ല. പക്ഷേ നേരെ കുറച്ചൊരു കോണ്ടന്റ് ക്രിയേറ്റർ വന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത്, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഞാൻ മൂവി റിവ്യൂസ് ആണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്, എനിക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാനൊരു സിനിമ കണ്ട് നല്ലതാണെന്ന് പറയുന്ന സമയത്ത് അത് പെയ്ഡ് റിവ്യൂ എന്ന് പറയും. നേരെ മറിച്ച് ഒരു സിനിമയെ മോശമായിട്ട് പറയുവാണെങ്കിൽ ഡീഗ്രേഡിംഗ് എന്ന് പറയും. ഇത് എനിക്ക് എന്നല്ല, ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതായത് പലരും കാണുന്നത് നമ്മൾ അവരെ വ്യക്തിപരമായിട്ട് ഹെയ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പലപ്പോഴും ആളുകൾ ഇതിനെ കാണുന്നത്. പണ്ടപ്പോയോ ഏതോ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരുത്തം പൈസ വാങ്ങിയിട്ടൊരു റിവ്യൂ ചെയ്ത് ആകെ അലമ്പായിരുന്നു. അത് ഭയങ്കര വിഷയമായ ഒരു കേസാണ്. പക്ഷേ എല്ലാവരും അതേപോലെ ആണെന്ന് ചിന്തിക്കുന്നത് മോശം പരിപാടിയല്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ക്രൈം നടന്നു. ഒരു ചങ്ങായി എന്തോ ഒന്ന് ചെയ്തു, എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും പിടിച്ചടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു. ആ നാട്ടിലുള്ളവരെല്ലാവരും അങ്ങനെയാണെന്ന് കരുതുന്നത് ശരിയാണോ? അല്ലല്ലോ, അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റിവ്യൂസിന്റെ കേസും. എല്ലാവരും പൈസ വാങ്ങിയിട്ടൊന്നുമല്ല ഈ സംഭവം ചെയ്യുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2026-ലാണ്. ഇന്നത്തെ കാലത്ത് ഒരുത്തം പൈസ വാങ്ങിയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ അശ്വന്ത് ഗോക്കിന് ഇപ്പോൾ ഒരുത്തം പൈസ വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ നല്ല പിള്ളയാണോ? ഇത് അവർ നാളെ ഒരു എവിഡൻസ് ആയിട്ട് ചെയ്യില്ല എന്നുള്ളതിന് എന്തോ ഉറപ്പാണുള്ളത്? ഇതേ വീഡിയോ തന്നെ അവർക്ക് പ്രൂഫായിട്ട് ഇവൻ മുമ്പ് പൈസ വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു റിവ്യൂവർ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു റിവ്യൂവർ ഇതിനു വേണ്ടി തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ അശ്വന്ത് ഗോക്കാണെങ്കിലും ഉണ്ണിയാണെങ്കിലും റീലോഡാണെങ്കിലും ഷസാം ആണെങ്കിലും ഇവരൊക്കെ എത്ര കാലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് ഒരു 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവരതൊക്കെ ഒഴിവാക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറെ കാലം മുമ്പ് ഓർമ്മയുണ്ടായിരുന്നോ? റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട ആ ഒരു സമയത്താണ് ഈ റിവ്യൂ ബോംബിംഗ് വന്നത്. അതിനുശേഷം ഇപ്പതാ വീണ്ടും പോകുന്നു ഒരു പുതിയ സാധനം. നിങ്ങൾ ഇതിന്റെ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ സമയത്തൊക്കെ, അതായത് ഇത് ഇല്ലാത്ത സമയത്തൊക്കെ സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഈ വിജയിച്ച സിനിമകളൊക്കെ പിടിച്ചിട്ട് മോശമാണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞു? ഇനിയിപ്പോൾ ഇവരാരെങ്കിലും, ഇപ്പോൾ ഞാനടക്കം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഏതെങ്കിലും ഒരാൾ ഈ ഒരു സിനിമ മോശമാണെന്നോ നല്ലതാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ലോണം ഓടുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ദൃശ്യം മോശമാണെന്നോ അല്ലെങ്കിൽ അതിരടി മോശമാണെന്നോ അല്ലെങ്കിൽ ആടുജീവിതം മോശമാണെന്നോ ഞാനൊരാൾ പറഞ്ഞാൽ നിങ്ങളിത് കാണാതിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടോ, മൗത്ത് പബ്ലിസിറ്റി ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അശ്വന്ത് ഗോക്ക് തന്നെ പറഞ്ഞിട്ടുള്ള ഭീഷ്മപർവ അവിടെ എത്ര കളക്ട് ചെയ്തു. അപ്പോൾ ഒരാളെ മാത്രം സ്വാധീനിച്ചിട്ടല്ല ഒരിക്കലും സിനിമ പോകുന്നത്. ആസ് എ ഇൻഫ്ലുവൻസർ, ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സിനിമ ചിലപ്പോൾ ഞാൻ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് തള്ളിക്കളയാനൊന്നും ഇവിടെ പറ്റില്ല. പക്ഷേ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഇതാവാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഭൂരിപക്ഷം, അതായത് ഞാനിപ്പോൾ ഒരു സിനിമ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കുക. അതൊരു മിനിമം കാര്യമല്ലേ? ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ അത് നല്ലതാന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളൊരു സിനിമയെ വിലയിരുത്തേണ്ടത്. അതായത് ഒരാളെ മാത്രം വിശ്വസിച്ച് ഒരു സിനിമ കാണുക എന്നുള്ളൊരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ശരി എന്താണ്? ഇതെൻ്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ എനിക്ക് മറ്റ് സിനിമകൾ വർക്കാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ആസിഫ് അലീൻ്റെ ഒരു സിനിമയുണ്ട്, ഐ ആം ടോമി എന്ന് പറഞ്ഞിട്ടുള്ള. ഈ സിനിമ ഞാനും എൻ്റെ 10 ഫ്രണ്ട്സും അടക്കമാണ് പോകുന്നത്. 9 പേർക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള വ്യത്യാസം. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. അത് നോർമലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നതോ പെയ്ഡ് റിവ്യൂ എന്ന് പറയുന്നതോ ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കാണുന്ന ഓഡിയൻസിനോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, ഭൂരിപക്ഷമുള്ള ആളുകൾക്കുള്ള ഒരു തെറ്റായ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ലവണ്ണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ, അവൻ്റെ തകർച്ച കാണാൻ വല്ലാത്ത ഇഷ്ടമാണ് ചില ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു
ചെറിയൊരു സമൂഹമെങ്കിലും ഇവിടെയുണ്ട് ടോക്സിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരാളുടെ വളർച്ചയിൽ അസൂയ കാണുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആൾക്കാരുണ്ട്. ഇവരൊന്നും ഈ സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സിനിമ കാണുക അല്ലെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായം എന്താണെന്ന് അറിയുക വെറുതെ വന്ന് വിമർശിക്കുകയാണ് എന്തിൻ്റെയൊക്കെയോ പേരിൽ. ഇപ്പൊ നിങ്ങളൊരു അശ്വന്ത് കോക്കിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിലിം റിവ്യൂസിന്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ഫിലിം റിവ്യൂസിനെ എന്തിനെങ്കിലും നിങ്ങളിപ്പോൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് ചവിട്ടണം, കിട്ടിയ ചാൻസ് അല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, നിങ്ങളൊരു മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയാണ് ചോദ്യം ചെയ്യുന്നതും വിള്ളലേൽക്കപ്പെടുന്നതും. ഇപ്പം നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായേക്കാം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എത്ര അശ്വന്ത് കോക്കിനെ താത്തിയാലും അല്ലെങ്കിൽ ഇപ്പം ഈ ഫീൽഡിലുള്ള എത്ര പേരെ താത്തിയാലും നാളെ ഇതേപോലെയുള്ള ആളുകൾ വീണ്ടും ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഫസ്റ്റേ പോയിട്ട് അത്രയും സ്ട്രഗിളും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഫുൾ ടൈം ആയിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ സ്വന്തം പൈസ മുടക്കിയിട്ട് തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അല്ലാതെ ഇവർ വന്ന് ഇങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യാവോ അല്ലെങ്കിൽ മറ്റേത് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ടിക്കറ്റോ കാര്യങ്ങളോ വാങ്ങിയിട്ട് ഇപ്പോൾ ഇവരൊരു ടിക്കറ്റ് എടുത്തു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. നോക്ക്, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഇവർ വിമർശിച്ചിട്ടുള്ള പല ക്രിയേറ്റേഴ്സിനും 3, 4, 5 ലക്ഷം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ളവരാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു 150 രൂപന്റെ ടിക്കറ്റിന് വേണ്ടി ഇവർ നല്ല സിനിമയാണെന്ന് പോയി പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് യുക്തിയാണുള്ളത്? ഇവർക്ക് കിട്ടുന്ന യൂട്യൂബ് റവന്യൂ അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ ഹൈ ലെവലാണ് വരുന്നത്. ആ ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു, ഓക്കെ, പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മൾ വെറുതെ പൊട്ടക്കണ്ടി എടുക്കുന്ന തവളയെ പോലെ അയാൾ പറഞ്ഞാൽ ശരിയാണ്, ഇവൻ തെറ്റാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, മീഡിയ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട്. മീഡിയ ആണോ കോടതി? അല്ലല്ലോ. അപ്പോ ഇതേ ന്യൂസ് ചാനൽ തന്നെ നാളെ ഈ പ്രൊഡ്യൂസറെ പറ്റിയിട്ടും പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സോഷ്യൽ മീഡിയ ഡ്രാമകളിൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക, വെറുതെ ഒരു നിരപരാധിയെ ശിക്ഷിക്കാതിരിക്കുക. ഇയാള് ഇനി അശ്വന്ത് കോക്ക് ചെയ്തിട്ടുണ്ടോ, തെളിവ് വരട്ടെ. ഒരു തെളിവും ഇല്ലാതെ നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിൽ കാര്യമില്ല. ഒരു ചെറിയ സമൂഹത്തിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ അവരുടെ അഭിപ്രായം പറയട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ഇഷ്ടപ്പെടാത്തൊരു സാധനത്തിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? അതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അശ്വന്തിൻ്റെയും ഷസാമിൻ്റെയും അല്ലെങ്കിൽ ഉണ്ണിയുടെയും ഇവരുടെയൊക്കെ റിവ്യൂസ് ഞാൻ കാണുന്നതാണ്. ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്നതും അറിയാത്തതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവരൊക്കെ കംപ്ലീറ്റ്ലി ജെന്യുവൻ ആയിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയായി അങ്ങനെ ഒരു സംഭവം ഇല്ല. നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കും. അത് വിജയിക്കാതെ മലയാളി പ്രേക്ഷകർ വിട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയുണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ തന്നെ പ്രശ്നം തീരും. ഒരു അശ്വന്ത് കോക്കിന് ഒരു സിനിമയിലും പൊളിച്ചെഴുതാനൊന്നും പറ്റില്ല. ഓക്കെ, സീ യു സൂൺ.